ഹായ്. അപ്പോൾ ഞാൻ ബജാജറാമാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാനൊരു സിനിമയുടെ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്. വേറൊന്നുമല്ല, നമ്മളെ ഈ സുമതി വള എന്ന ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ മൂവി ഇറങ്ങിയപ്പോൾ ഞാൻ വലിയ സംഭവം പേടിയും കാര്യങ്ങളൊന്നും ഉള്ള രീതിയിലൊന്നും ചിന്തിക്കുന്ന ഒരാളല്ല ഞാൻ. അപ്പം ഞാൻ ഇന്ന് ആ മൂവി കാണാനിടയായി. കാരണം ഈ റിവ്യൂ കണ്ടിട്ട് ഏറ്റവും കൂടുതൽ മോശമാക്കി തരുന്ന ചിത്രമായിട്ടാണ് ഞാൻ അതിനെ കണ്ടത്. ഞാൻ അങ്ങനെ ആ സിനിമ പോയി കണ്ടപ്പോഴത്തേക്ക് അത് നല്ലൊരു മൂവിയാണ്. കാരണം അതിനകത്ത് എന്തോ ഒരു പ്രണയവുമുണ്ട്. അതേപോലെ തന്നെ അതിനകത്ത് അവർ ഒരു ഇമോഷണൽ ആയിട്ടുള്ളതും പിന്നെ ഹൊററും അതൊക്കെ പക്ക ക്ലിയർ ആയിട്ട് ചെയ്യണം. അതിനകത്ത് ഏറ്റവും ബെറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ പോയി കാണുക. അതിനകത്ത് നമ്മുടെ ഈ സൗണ്ട് സിസ്റ്റത്തിന് ഓരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ തിയേറ്ററിൽ പോയി കാണുക. കാരണം അത്രത്തോളം നല്ല ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ചെറിയ സിനിമയായിരിക്കാം. അപ്പം എല്ലാ സിനിമയും KGF ഈ പറയുന്ന കണക്ക് നമ്മുടെ ബാഹുബലിയൊന്നും ആവാൻ കിട്ടത്തില്ല. നമ്മൾ മലയാളിയൊക്കെ ചെയ്യുന്ന ഒരു ചെറിയ സിനിമകളാണ്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കിങ്ഡം ചെയ്തേക്കുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ നെടുങ്ങൂലം പരവൂർ ഭാഗത്താണ് കിങ്ഡം മൂവിയുടെ ഫൈറ്റ് സീൻസിനകത്തൊക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. എങ്കിൽ പോലും ആ സിനിമയും ഈ സിനിമയായിട്ടും രണ്ട് വ്യത്യാസമുണ്ട്. അവർ അത്രത്തോളം ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമ്മൾ നിസ്സാര റിവ്യൂ കേട്ടിട്ട് നമ്മളിതൊന്നും പോയി കാണാതിരിക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള ചിന്താഗതി ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ മൂവി സത്യമായിട്ട് പറയാണ്. ഈ പറയുന്ന ഈ സുമതി വളം എന്ന് പറഞ്ഞ മൂവി നമ്മുടെ തിരുവനന്തപുരം പാലോടുള്ള പച്ചപ്പാലോട് അങ്ങനെയാണ് പറയണത്. അപ്പോൾ ആ ഒരു ഏരിയക്കകത്ത് പോകുന്ന രീതിയിലുള്ള ചിന്താഗതിയും കാര്യങ്ങളൊന്നുമല്ല. ഇതിനകത്ത് യക്ഷിയാണ് ഹീറോ. അത് നിങ്ങൾ പോയി കാണുക. അത് കാണേണ്ട കാഴ്ച തന്നെയാണ്. കാരണം അതിനകത്ത് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട്, ഹൊററുണ്ട്. പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് പോയി കാണുമ്പോഴത്തേക്കും ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നല്ല ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള നല്ല സൗണ്ടും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അത് ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഇന്നലെ അനുഭവിച്ചു. ഞാൻ പുനലൂരായിരുന്നു. അപ്പോൾ ആ ഒരു തിയേറ്ററിൽ അത് ഇന്ന് അനുഭവിച്ചപ്പോഴത്തെ എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയണത്. നല്ലൊരു മൂവിയാണ്. പറ്റുന്നൊരു കാണുക. ചുമ്മാ ആരെങ്കിലും ഇവനും പറയുന്നത് ഞാൻ അതല്ല ഇതല്ല എന്ന് പറഞ്ഞൊന്നും ആരും ഇതൊന്നും റിമൂവ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ രീതി എന്താണോ അത് പണ്ട് കാലത്തിനകത്ത് നോട്ടീസും കാരണം എന്ന് പറഞ്ഞാൽ അതായത് നോട്ടീസ് കാരണം എന്ന് പറഞ്ഞാൽ ഈ തിയേറ്ററുകാർ ഈ നോട്ടീസ് ഇങ്ങനെ കാറിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വണ്ടിയിൽ നിന്ന് ഇങ്ങനെ പറത്തി വിട്ട് അതിൻ്റെ പിറക്കെ ഓടിയ നമ്മളെ ടീമുകളൊക്കെ ഞാനൊക്കെ. അപ്പോൾ ആ ഒരു ഇതിനകത്ത് ഇപ്പം ഈ പുതിയ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പറഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബ് അതിനകത്ത് ഏതെങ്കിലും ഒരു പടവുമായിട്ട് ഒരു 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 ബോധവും ചിന്താഗതി ഇല്ലാത്തവൻ പറയുന്നു ഇതാണ് ഈ കഥ. അങ്ങനെ ചിന്തിക്കണമല്ല. അത് അവന് ശത്രുത ഉണ്ടെങ്കിൽ അവൻ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ പടം നല്ല എനിക്കിഷ്ടപ്പെട്ടു. അതിനകത്ത് ഹൊററുണ്ട്, സ്നേഹമുണ്ട്, ദേഷ്യമുണ്ട്, വയലൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതൊരു ട്വിസ്റ്റാണ്. അപ്പോൾ അത് പോയി കാണാൻ താല്പര്യമുള്ളവർ പോവുക. ഓക്കെ.